ചോദ്യം ചോദിച്ചിരുന്നു. ഇപ്പോൾ ഈ പരാജയത്തെ അനുബന്ധിച്ച് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു ഈ ഇതിൽ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിനാണെന്ന്. അതേപോലെ തന്നെ ഈ 3 നിയമസഭാ മണ്ഡലത്തിലെയും ലോക്സഭാ മണ്ഡലത്തിലെയും ഇലക്ഷന്റെ ഉത്തരവാദിത്തം, തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കുമോ? ശരി, മുഖ്യമന്ത്രി രാജിവെക്കുമോ? പെട്ടെന്ന് 2016 സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കാലഘട്ടം തൊട്ടേ നിങ്ങളുടെ ചോദ്യമാണ് മുഖ്യമന്ത്രി രാജിവെക്കുമോ എന്നുള്ളത്. അങ്ങനെ രാജിവെപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കുറെ നടന്നു. 2021 എത്തിയപ്പോ അങ്ങനെ രാജിവെപ്പിക്കാൻ നടന്ന രമേശ് ചെന്നിത്തല നിങ്ങൾ രാജിവെപ്പിച്ചിട്ട് പുതിയ പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവന്നു. പറയട്ടെ, ഈ നവംബർ 23-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ കേരളത്തിന് പുതിയൊരു പ്രതിപക്ഷ നേതാവിനെ കിട്ടും. ഞങ്ങളെ ചേലക്കരയും ജയിക്കും, പാലക്കാടും ജയിക്കും, പ്രതിപക്ഷ നേതാവിന്റെ കസേരയും ധരിക്കും. നിങ്ങൾ പുതിയ പ്രതിപക്ഷ നേതാവിനെ കണ്ടുപിടിക്കാൻ വിട്ടോ. ഒരു മിനിറ്റ് പ്രിയ സുഹൃത്തെ ആശോ, ഇവിടുന്ന് ഒരാൾ ചോദിച്ചു മുഖ്യമന്ത്രി രാജിവെക്കുവാൻ ചോദിച്ചു. 2016 മുതൽ 2024 എന്റെ ചോദ്യം കേൾക്ക്. 2016 മുതൽ 2024 ഈ നിമിഷം വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്നു. എന്തുകൊണ്ട് ഇവിടെ സാധാരണക്കാരൻ ജീവിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കുന്നില്ല? അതുകൊണ്ട് സാധാരണക്കാരന്റെ ഒരു ചോദ്യം തന്നെയാണ് മുഖ്യമന്ത്രി രാജിവെക്കുമെന്നുള്ളത്. ശരി, സാധാരണക്കാരൻ പ്രതിസന്ധിയിലുണ്ടായിരുന്ന കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. അവിടെ നിന്നും കേരളം എങ്ങനെ മാറി എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യം. അതെ, ഈ നാട്ടിലെ സാധാരണക്കാരന്റെ സമയം പോയി, അവസാനത്തെ മിനിറ്റാണ്. കൃത്യമായും 23-നപ്പുറം നിങ്ങൾ പുതിയ പ്രതിപക്ഷ കണ്ടുപിടിച്ചു.